ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മ ഉണ്ടാക്കാൻ പോകുന്ന കിഡിലും ബീഫ് ഫ്രൈ ആണ്. അതിന് വേണ്ടി നല്ല കുനുകുന എന്ന ബീഫ് ഉണ്ട്, തക്കാളി ഉണ്ട്, ചെറിയുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, രണ്ട് മുളകുണ്ട്, പിന്നെ വെളുത്തുള്ളി ഉണ്ട്. പിന്നെ പൊടികളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വലിയ ജീരകം പൊടിച്ചത്, പിന്നെ മല്ലിപ്പൊടി. ഇത്രേ ഉള്ളൂ. ഇതെങ്ങനെ ഉണ്ടാക്കണേ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ മോൾട്ടി എല്ലാം പറഞ്ഞു തന്നില്ലേ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന്. അപ്പൊ നമ്മളിത് നല്ലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി, ഒരു ബീഫ് കൊണ്ടാട്ടാട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിനുള്ള ബീഫൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ടോ, സാധനങ്ങൾ എന്തൊക്കെയെന്നൊക്കെ ഓൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്കിതാ നന്നായിട്ട് ഇത് വേവിച്ചതിന് ശേഷം കേട്ടോ ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാനിതാ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാട്ടോ ചെയ്യണേ. അങ്ങനെ അതെല്ലാം ചതച്ച് കഴിഞ്ഞിട്ടുണ്ടോ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ പാകത്തിന് ഉപ്പ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലൊരു തക്കാളിയാണ് കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നാരങ്ങ നീരൊന്നും ഒഴിക്കില്ല കേട്ടോ, ഈ ഒരു തക്കാളി മാത്രം കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതാ പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മള് ചെറിയ ഉള്ളി ചതച്ചതും കൂടിയാണ് കേട്ടോ. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്ടോ ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. ഇതിലുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് വേവിക്കുന്നത്. ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റൂല കേട്ടോ, ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ അത് വിറകടുപ്പിൽ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയോ, നമ്മളുടെ ദോശക്കല്ലുണ്ടല്ലോ, ദോശച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ടാണോ ഞാൻ അത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ എന്ത് എണ്ണയാണോ ദോശക്ക് ഒഴിക്കണേ ആ എണ്ണ ഒരു ഇത്തിരി ഒഴിച്ചു കൊടുക്കട്ടോ. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ നല്ലെണ്ണയോടാണ് ദോശ ഉണ്ടാക്കല്. പിന്നെ ഇതാ നമ്മുടെ ബീഫ് കുക്കറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഇതിന് വിസിലടിക്കാണ്ടോ ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഒരു 10 വിസിലൊക്കെ ഏകദേശം അടിക്കണം കേട്ടോ. അപ്പൊ ഇത് വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ശരിയാക്കാൻ കേട്ടോ. അപ്പൊ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, കൂടുതൽ ചെറിയ ഉള്ളി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി നുറുക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, നമുക്ക് ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതില്. അപ്പൊ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് ബീഫ് ഇതാ അവിടെ നന്നായിട്ട് ഇതാ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഇറക്കി വെക്കുക ചെയ്യുന്നത്. നമ്മള് ചട്ടി നല്ല ചൂടുണ്ടാകും. അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, നമുക്ക് ഗ്യാസിലേറ്റ് നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും ഈ അടുപ്പിൽ വെക്കട്ടോ. നമ്മൾ ഏത് ചട്ടിയാണോ ഉപയോഗിക്കണേ ആ ചട്ടിയിൽ തന്നെ നമുക്ക് വെക്കട്ടോ. നമ്മുടെ ദോശക്കല്ല് കേട് വരുന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ദോശ ചുട്ടെടുക്കാനൊന്നും ബുദ്ധിമുട്ടാവില്ല. അപ്പൊ നമ്മുടെ ബീഫ് ഇത് അവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ട്. ഞാൻ അതിലൊരിത്തിരി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി അടുത്ത് ഞാനിത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്കിതാ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോ അതിലിതാ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി നുറുക്കിയത്, ചെറിയ ഉള്ളി, 2 പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. ഇത് കൂടുതൽ എരിയില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത്, കറിവേപ്പില. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചില്ലി ഫ്ലൈസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ചില്ലി ഫ്ലൈസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചില്ലി ഫ്ലൈസ് കരിഞ്ഞു പോവും. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ബീഫ് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതില് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ചെയ്യണേ. അപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നമ്മുടെ പാത്രത്തിന് കേടോ കുക്കറിന് കേടോ ഒന്നും വരൂല കേട്ടോ. നമുക്ക് ഏത് കുക്കർ വേണമെങ്കിലും നമ്മുടെ ചട്ടി വലിപ്പത്തിനനുസരിച്ചൊക്കെ നമുക്ക് വെച്ച് കൊടുക്കട്ടോ. ഇനി ഇതിൽ ഞാനത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കട്ടോ. പക്ഷെ ഞാൻ ഇതിലിപ്പോ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കില്ല. അപ്പൊ നമ്മുടെ ബീഫ് ഇതാ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എണ്ണയൊക്കെ കുറക്കണം, ബീഫ് കഴിക്കും വേണം, എണ്ണ കുറക്കും വേണം. അങ്ങനെയൊക്കെ ചെയ്യണവർക്ക് ഇതാ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ബീഫ് കുക്കറിലോ നമുക്ക് അടുപ്പിൽ ബീഫൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അടുപ്പ് ഒരുപാട് കത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കട്ടോ. അപ്പൊ മോൾട്ടിതാ ഫ്രൈ ചെയ്ത ബീഫൊക്കെ ഇതാ പിടിച്ചു നിൽക്കട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ വിശേഷം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.